സൗരങ്ങളെ, കർത്താവ് ഒരു നിന്ദാവചനം പോലും, ഒരു ശാപവാക്ക് പോലും നിന്നെ തൊടാതെ നിന്നെ പൊതിഞ്ഞു പിടിക്കുന്നതിനെ കുറിച്ച് സങ്കീർത്തകൻ പറഞ്ഞു തരുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഒരു പ്രാർത്ഥനയുടെ രൂപത്തിൽ തന്നെ സങ്കീർത്തനം 31 എടുക്കണം. അതിൽ 20ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവ് എന്നെ ചെയ്യുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് മനുഷ്യരുടെ ഗൂഢാലോചന നിന്നെ തൊടാതിരിക്കാൻ വേണ്ടി അവിടുന്ന് നിന്നെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുകയാണ്. തൊട്ടടുത്ത വാക്യത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് അവിടുന്ന് നിന്നെ തൻ്റെ കൂടാരത്തിൽ പൊതിഞ്ഞു പിടിക്കും. എങ്ങനെ? മനുഷ്യരുടെ നിന്ദാവചനങ്ങൾ, അവരുടെ കളിയാക്കലുകൾ, അവരുടെ ശാപം ഒന്നും നിന്നെ ഏൽക്കാതിരിക്കാൻ വേണ്ടി അവിടുന്ന് നിന്നെ തൻ്റെ കൂടാരത്തിൽ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നു. നമുക്ക് ഒറ്റ കാര്യം ചെയ്യേണ്ടുള്ളൂ. മനുഷ്യരെന്തായാലും ഇപ്പം നമ്മൾ എന്നാ നന്മ ചെയ്താലും നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ഉറപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ കളിയാക്കും. നമ്മുടെ നന്മയൊക്കെ അവർ തിരിച്ചറിയാതെ പോയി ഇങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും. ഒരുപക്ഷെ ഇതിപ്പോൾ കേട്ടോണ്ടിരിക്കുമ്പോൾ അങ്ങനത്തെ വല്ല സങ്കടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈശോയിൽ പ്രത്യാശ അർപ്പിച്ച് ഈശോയുടെ ആ കൂടാരത്തോട്, ഈശോയുടെ നെഞ്ചോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. മനുഷ്യർ എന്തായാലും മോശം പറയും, മനുഷ്യർ എന്തായാലും ചീത്ത പറയും. അവർക്ക് ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എത്ര നമ്മുടെ ചങ്ക് തുറന്നു കൊടുത്താലും ചിലപ്പോൾ അവർക്ക് മനസ്സിലാവാണ്ടിരിക്കും, അവർക്ക് മനസ്സിലാവില്ലായിരിക്കും. ഈശോയ്ക്ക് നിന്നെ മനസ്സിലാവുന്നുണ്ട്. ആ ഈശോയിലേക്ക് ഇത്ര നാണം കെട്ട് നിൽക്കുമ്പോൾ, ഇത്ര ശപിക്കപ്പെട്ട് നിൽക്കുമ്പോൾ നീ ഈശോയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സങ്കീർത്തനം 31:20 വചനം മുഴുവൻ അഭിഷേകത്തോട് ഏറ്റെടുക്കുക. മനുഷ്യരുടെ ഗൂഢാലോചനയോ മനുഷ്യരുടെ നിന്ദാവചനങ്ങളോ ഏൽക്കാതെ അവിടുന്ന് തൻ്റെ കൂടാരത്തിൽ നിന്നെ പൊതിഞ്ഞു പിടിക്കും.